ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബഹ്റിനിലുള്ള എവിടെയാണുള്ളത്? സമ ബേ, ബഹ്റിൻ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് ഗലാലി, സ്ഥലത്തിൻ്റെ പേര് ഗലാലി. ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ബഹ്റിനിലുള്ള ഫ്ലൈറ്റുകൾ പോകുന്നതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലം, ഈ ചൂടത്ത് കാറ്റടിച്ചിരിക്കാൻ നല്ലൊരു സുഖമുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരാനുള്ള പ്രധാന കാരണം തന്നെ എനിക്ക് ഫ്ലൈറ്റിനോടുള്ളൊരു ഭ്രാന്താണ്. ഫ്ലൈറ്റ് എപ്പോൾ പോകുന്നത് കണ്ടാലും അത് എവിടെ നിന്ന് കണ്ടാലും ഞാൻ പുറത്തിറങ്ങിയത് നോക്കും. അപ്പം ഇത്രയും അടുത്ത് ഫ്ലൈറ്റിൽ കയറിയെങ്കിൽ പോലും എനിക്കെന്തോ ഫ്ലൈറ്റ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ഫ്ലൈറ്റ് പോകുന്ന കാണാൻ. അപ്പോൾ ഇത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലേ. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഒരുപാട് ഇങ്ങനെ നടക്കാനൊക്കെ, അതായത് രാവിലെയും വൈകിട്ടൊക്കെ നടക്കാൻ പോകുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം. അതായത് ഒട്ടും ക്ഷീണം ഉണ്ടാവില്ല, നല്ല കാറ്റ്, ഫുൾ ടൈം കാറ്റാണ് അവിടെ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതിലേതിൽ. കേശു ഇപ്പോൾ ഇരുന്നിടത്ത് നമുക്കങ്ങനെ ആർക്കും ഇരിക്കാൻ അലോഡല്ല. പകരം ഇപ്പുറത്തൊക്കെ നല്ല അടിപൊളി ഇരിക്കാനുള്ളതായി കണ്ടോ. ഒരുപാട് പല സൈസിൽ പല മോഡലിൽ ഇരിക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ തന്നെ. പിന്നെ അവിടെ ഒരു പ്രെയർ റൂമുണ്ട്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ വന്നേ പിന്നെ ആട്ടോ അറിഞ്ഞത്. അതുകൊണ്ട് കേശുവിന് കാര്യമായി കുളിക്കാനുള്ള ഡ്രസ്സൊന്നും എടുക്കാതെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ കടൽ കണ്ടപ്പോൾ കേശുവിന് ഒരു രക്ഷയില്ല, കുളിക്കാൻ പോയേ പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇറങ്ങുന്നതിന് നമുക്ക് ഫീസുണ്ട്, 2 ദിനാർ എങ്ങാണ്ടുണ്ട്. അത് കൊടുത്താലും മോശമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് കൊണ്ട് അവിടുത്തെ കഫേകളിലൊക്കെ കയറി നമുക്ക് ചായ കുടിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അങ്ങോട്ടൊക്കെ കണ്ടോ, കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ കേശു ഭയങ്കര സങ്കടമായി. എനിക്ക് ഡ്രസ്സ് മാറ്റിത്താന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് ആൾക്കാർ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു ധൈര്യമായി. പിന്നെ ആരും അവിടെ അധികം ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലാത്തത് കൊണ്ട് കേശുവിനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് കടലിലേക്ക് ഇറക്കുക ചെയ്തത്. മിനിറ്റിന് ഫ്ലൈറ്റ് പോകുന്നതുകൊണ്ട് എനിക്ക് മറ്റൊന്നുമല്ല വീഡിയോ എടുക്കാൻ നേരം, ഫ്ലൈറ്റ് നോക്കാനായിരുന്നു നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇതാ കേശു ഡ്രസ്സൊന്നും ഇല്ലാതെ നല്ല സുഖസുന്ദരമായിട്ട് വെള്ളത്തിലിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടും വെള്ളത്തിലിറങ്ങി, കൂടാണ്ട് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി. എത്ര ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് വേണമെന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഞാനും അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങി അവൻ്റെ കൂട്ടത്തിൽ. ഇതുകൊണ്ട് മീൻ ചത്തിട്ട് കരയിലേക്ക് വന്നത് അത് കണ്ടതോടെ പിന്നെ കേശുവിന് കടലിൽ കുളിയൊക്കെ മതിയായി. കേശു വേഗം കയറി പോയത്. പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് ഇവിടെ ചെടികൾക്കൊക്കെ ഓസിൽ കൂടെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേശു അത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. കണ്ടോ, പലതരത്തിലുള്ള സീറ്റിങ്ങാണ് ഇവിടെ കാണുന്നത്. ഉരുളം കല്ലും പല മോഡലുകളിലുള്ളത്. ഇവിടുത്തെ വൃത്തിയൊക്കെ നോക്കുക, എത്ര ഭംഗിയാന്ന് നോക്കിക്ക്. ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി നിർത്തിയേക്കുന്നു. അതുമാത്രമല്ല നല്ല ഭയങ്കര നീറ്റാണ് ഇവിടെ എല്ലാം കാണാൻ തന്നെ.
ഒരു ഇരിക്കുന്ന കല്ല് നോക്കിയൊക്കെ കാണുമ്പോൾ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പോലെ തോന്നില്ലേ. കുറച്ചും കൂടെ നടന്നപ്പം ഇതുപോലത്തെ പ്ലേ ഗ്രൗണ്ടുകൾ 1-2 എണ്ണം കണ്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നു. അവർ രണ്ടുപേരും കൂടെ വളരെ ധൃതിയിൽ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, കടലിൽ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കേശുവിൻ്റെ ഈ ചൂടൊക്കെ അടിച്ചിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പം അതിൻ്റെ കുറച്ചപ്പുറത്തൊരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോയി വെള്ളം മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഒരുപാട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഞങ്ങൾ കണ്ടു. ഇതെല്ലാം രാത്രി ആവണം തോന്നുന്നു, എല്ലാം സജീവമാകണമെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം, പുതിയൊരു സ്ഥലം. ഓക്കെ, ബൈ.